ചേച്ചി റിങ്കി റിങ്കൂസ് എന്താ എത്ര സ്നേഹം പതിവില്ലാതെ? ഞാൻ ഒരു താങ്ക്സ് പറയാൻ വന്നേ. താങ്ക്സ്. പുതിയ ജീവിത മാർഗം തെളിയിച്ചെന്നേ. ജീവിത മാർഗം എന്തോ? ഞാനേ +2 കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചിന്തിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നീ തയ്യലിന്റെ കാര്യം പറയണത്. തയ്യലിന്റെ കാര്യം എന്തോ അടി പറയണത്? നീ തെളിച്ച് പറയാടി. ചേച്ചി +2 കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഫാഷൻ ഡിസൈനിങ്ങിന് പോകും. അപ്പൊ ഫാഷൻ ഡിസൈനിങ്ങിന് പോകുമ്പോ എന്തായാലും തയ്യൽ പഠിക്കണമല്ലോ. അപ്പൊ ഞാൻ ഇപ്പോഴേ തയ്യൽ പഠിക്കാന്ന് വിചാരിച്ചു, യൂട്യൂബിലൊക്കെ നോക്കിയിട്ട്. അപ്പൊ നമുക്കൊരു ജീവിത മാർഗവും ആവും, കുറച്ച് കാശും കിട്ടും, എന്റെ പഠിത്തത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം. ഒന്ന് പോടി, യൂട്യൂബിൽ നോക്കിയിട്ട് തയ്യൽ പഠിക്കാൻ പോണു നീ. നടക്കണ കാര്യം വല്ലതും പറ. അതെന്താ പ്രശ്നം? ചേച്ചിയല്ലേ പറഞ്ഞ തയ്യൽ പഠിക്കാൻ? തയ്യൽ പഠിക്കാൻ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് നീ ഇതെന്തോ പറയണേ? യൂട്യൂബ് നോക്കി ഇന്നത്തെ കാലത്ത് ഇഷ്ടം പോലെ സ്റ്റിച്ചിങ് സെന്റർ ഉണ്ട്. അപ്പോഴാണ് നിന്റെ ഈ ഏകലവ്യ സ്റ്റൈലും കൊണ്ട് വന്നിരിക്കുന്നത്. എന്റെ ചേച്ചി, പുറത്തുനിന്ന് ഇപ്പൊ എനിക്ക് ആരും വന്നില്ല എന്ന് വിചാരിക്കാം. വന്നില്ലെങ്കിലും കുഴപ്പമില്ല. വീട്ടിലുള്ളവർക്ക് ഞാൻ തച്ചു കൊടുത്തു കഴിഞ്ഞാൽ പുറത്ത് കാശ് കൊടുക്കണ്ടല്ലോ അതിന്, അല്ലേ? നീ ഇത് സീരിയസ് ആയിട്ടാണോ? സീരിയസ് ആയിട്ടാ. എടി അതിന് മിഷ്യൻ വേണ്ടേ? മിഷ്യനൊക്കെ അച്ഛൻ മേടിച്ചരാന്ന് പറഞ്ഞ്. ഒന്ന് പോടി. സത്യം മേടിച്ചരാന്ന് പറഞ്ഞ്. സീരിയസ് ആയിട്ട്? ഇത് സീരിയസ് ആയിട്ടാണ് നീ എടുത്തിരിക്കുന്നെങ്കിൽ നല്ല കാര്യമാണ്. താങ്ക്സ്. എന്നാ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. നിന്റെ പുതിയ സംരംഭത്തിന് എന്റെ എല്ലാവിധ ആശംസകളും. പിന്നെ ഈ ഐഡിയ പറഞ്ഞു തന്നതിന് നീ എനിക്ക് ചെലവ് തരണം. പുതിയൊരു ഡ്രസ്സ് ഞാൻ ഫ്രീ ആയിട്ട് തച്ചു. അത് മതി മതി. എന്നാ ശരി, പോട്ടെ. ഇതെങ്ങനെയാ തുറക്കുന്നത്? ഇങ്ങനെയല്ലേ? പതുക്കെ പതുക്കെ സൂക്ഷിച്ച്. മക്കളെ കുഴപ്പമില്ല കുഴപ്പമില്ല. ഇത് പിടി, അച്ഛന്റെ ഫോൺ പിടി. എങ്ങനെയുണ്ട് മിഷ്യൻ? എന്റെ സങ്കല്പത്തിലുള്ള അതേ മിഷ്യൻ. അതാണ്. കത്രികയും ഇതൊക്കെ മേടിച്ചാ നൂലൊക്കെ? അതല്ലേ മണി ഇത്. കുറച്ച് തുണിയും കൂടെ വാങ്ങിക്കണം. അതൊന്ന് അഴിക്കണേ. പഠിക്കാനായിട്ടേ കുറച്ച് തുണി വാങ്ങിക്കണം. അതന്നെ. വില കൂടുതലുള്ളതൊന്നും വേണ്ട, കുറഞ്ഞത് മതി. എല്ലാ അച്ഛന്മാരും എന്റെ അച്ഛനെ കണ്ടു പഠിക്കണം. മോളെ റിങ്കി, നീയും കൂടെ ഇങ്ങോട്ട് വന്ന് പിടിക്കാൻ. നിന്റെ കൈ വേദനിക്കാം. മണി പിടിക്കണ്ട. സൂക്ഷിക്കണേ. മോളെ എവിടെ കൈ വെച്ചാ മതിയെ. ഇതൊന്ന് വലിയ വെയിറ്റ് ഒന്നും. നല്ല കത്രിക ഇവിടെ വെക്കേ. ശരി എന്നാ. അച്ഛൻ കുറച്ച് കാശ് ചെലവാക്കിയിട്ടുണ്ട്. അവിടെ പിടിക്കും. നൂലൊക്കെ ഉണ്ട്. വണ്ടി പോട്ടെ മോളെ. അങ്ങോട്ട് മാറ്റിയിടാം. ഇങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് വെച്ചാ. അല്ല, വണ്ടി പോട്ടെ. അതാ അച്ഛാ, പൈസയൊക്കെ കൊടുത്തു കഴിഞ്ഞാ. അങ്ങോട്ട് മാറ്റി. അയ്യോ, ഞാൻ പിടിച്ച പറ്റൂല. അവിടെ പിടിച്ചേ. കൊള്ളാം കേട്ടോ. ഇവിടുന്ന് ചവിട്ട് തരാം. അകത്ത് പോയി നോക്കാം. പിടിക്കാൻ പറ്റുമല്ലോ. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.